പോഷൻ ട്രാക്കറിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ഫേസ് റെക്കഗ്നിഷനും അതുപോലെ തന്നെ KYCയും സിസ്റ്റം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാം. നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡ് MPIN കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ശേഷം നമ്മൾ പോകുന്നത് ഡെയിലി ട്രാക്കിംഗ് എന്ന് പറയുന്ന ടാബിലോട്ടാണ്. ഈ ഡെയിലി ട്രാക്കിങ്ങിലാണ് നമ്മൾ ഈ പറയുന്ന THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ കാണാൻ കഴിയുക. അത്തരത്തിൽ THR കൈപ്പറ്റുന്ന മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന ഗുണഭോക്താക്കൾക്കും നമ്മൾ ഈ ഫേസ് റെക്കഗ്നിഷനും അതുപോലെ തന്നെ KYCയും നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും THR HSCM എന്നുള്ളൊരു ഓപ്ഷൻ സാധാരണ നിങ്ങൾ ചെയ്യുന്നതാണ്, അത് കാണാൻ പറ്റും. അതിന് നേരെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ലിസ്റ്റ് അവിടെ കാണാൻ പറ്റുക. ആ ലിസ്റ്റിൽ കൃത്യമായി പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ്, അതേപോലെ തന്നെ 683, 386 കാണാൻ പറ്റും. ഇതിൽ THRൽ കാണുന്ന പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ് 6 to 3 കാണും. അതിൽ നമുക്ക് ഇപ്പോൾ എടുക്കുന്നത് പ്രഗ്നൻറ്റ് വുമൺ ആണ്. പ്രഗ്നൻറ്റ് വുമൺ THR സ്വീകരിക്കുന്ന ആളാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഗുണഭോക്താവിനെ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോവുകയാണ്. ആ ഗുണഭോക്താവിന് നേരെ കാണുന്ന THR എന്നുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് എന്നൊരു മെസ്സേജ് കാണും. അപ്പോൾ അതിനർത്ഥം മൊബൈൽ വെരിഫൈഡ് അല്ല. മൊബൈൽ വെരിഫൈഡ് അല്ലാത്ത ഒരാൾക്ക് നമുക്ക് ഈ പറയുന്ന ഫേസ് റെക്കഗ്നിഷനും KYCയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ആദ്യം മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുറകിലോട്ട് പോകുന്നു. പുറകിലോട്ട് പോയി ബെനിഫിഷ്യറി എന്നുള്ള ടാബിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രഗ്നൻറ്റ് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പ്രഗ്നൻറ്റ് വുമൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട മൊബൈൽ വെരിഫൈഡ് അല്ലാത്ത ഗുണഭോക്താവിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഐഡൻറ്റിഫൈ ചെയ്ത ആളെ ജസ്റ്റ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. അതിൽ മൊബൈൽ നമ്പർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ മൊബൈൽ നമ്പറിൽ OTP വരുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുത്ത് റിക്വസ്റ്റ് OTP കൊടുക്കാം. അതല്ല പുതിയ നമ്പറാണെങ്കിൽ പുതിയ നമ്പർ ആദ്യമായി എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ഡിജിറ്റ് OTP ഗുണഭോക്താവിന് പോകും. അത് നിങ്ങൾ സ്വീകരിച്ച് ഇതിലേക്ക് എൻ്റർ ചെയ്ത് വെരിഫൈ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം മൊബൈൽ വെരിഫൈഡായി. നമുക്ക് വീണ്ടും നമ്മൾ പോകുന്നത് ഡെയിലി ട്രാക്കിങ്ങിലോട്ടാണ്. ബാക്ക് അടിച്ച് വീണ്ടും ഡെയിലി ട്രാക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത് HSCM THR എന്നുള്ള ബാർ നമ്മൾ കാണുന്നുണ്ടാവും. അതിലേക്ക് വീണ്ടും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. THR HSCM ക്ലിക്ക് ചെയ്തു. അതിൽ പ്രഗ്നൻറ്റ് വുമൺ എടുത്തു. അതിൽ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈഡ് അല്ലാത്ത ആളെ നമ്മൾ വീണ്ടും കാണുന്നു. ഇങ്ങനെ ബെനിഫിഷ്യറി ഫോട്ടോ ഈസ് നോട്ട് ക്യാപ്ചർഡ് എന്നാണ് കാണുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. ആ കൺസെൻറ്റ് വായിക്കുക. ക്ലിക്ക് കൊടുക്കുക. ഫോട്ടോ എടുക്കുന്ന സെഷനാണ്. ഗുണഭോക്താവിനെ പുറകിലെ നിർത്തി, ഗുണഭോക്താവിൻ്റെ പുറകിൽ വൈറ്റ് സ്ക്രീനുള്ള ചുമരായിരിക്കണം, അല്ലെങ്കിൽ വൈറ്റ് കളർ ചുമരുടെ ഭാഗത്ത് നിർത്തി നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് എല്ലാം ഓക്കെ കൊടുത്ത് ക്യാമറ ഓൺ ആവുന്നു. ആദ്യം കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓണായി വരും. ഓണായതിനു ശേഷം നമ്മൾ ഗുണഭോക്താവിനെ നിർത്തി കൃത്യമായി മൗത്ത് ഷെയ്ഡ് വരാത്ത രീതിയിൽ അവരോട് കണ്ണടച്ചുകൊണ്ടിരിക്കാൻ പറയുക. ആ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. ശേഷം ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ പ്രൊസീഡ് വിത്ത് KYC എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യാം. കൺഫർമേഷൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. അപ്പോൾ അതിനകത്തേക്ക് അവരുടെ ആധാർ നമ്പർ, ആ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഫുള്ളായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ക്യാപ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ട്രൈ അനദർ എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്യാപ്ച വരും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു OTP അവിടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP വരും. ആ ലിങ്ക് ചെയ്ത OTP ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലല്ല OTP വരുന്നത്, ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നത്. എൻ്റർ ചെയ്യുക, ജനറേറ്റ് OTP കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അലോ എന്ന് കൊടുക്കുക. ഏറ്റവും താഴെ കാണുന്ന അലോ എന്ന് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ KYC റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണും. ദെൻ പ്രൊസീഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് THR കൊടുക്കുന്നത് നമ്മൾ ഒരു മാസത്തിൽ 25 ദിവസം കൊടുക്കുന്നുണ്ട്. അത് 25 ദിവസം എന്നുള്ളത് കൊടുത്ത് ഓക്കെ കൊടുത്ത് റിക്വസ്റ്റ് ഓക്കെ കൊടുത്ത് നമ്പർ വാങ്ങിച്ച് സേവ് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ രണ്ട്